എന്നാൽ വാസ്തുപ്രകാരം ഈ ചെരുപ്പിനെ നോക്കിക്കാണുന്ന സമയത്ത് ചെരുപ്പ് നമ്മുടെ വീടിന്റെ ചില ഭാഗങ്ങളിൽ വെക്കുന്നത് ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. വീട്ടിലേക്കുള്ള സകല ഊർജവും പോസിറ്റീവ് ഊർജവും കടന്നു വരുന്ന വഴിയാണ് നമ്മുടെ മെയിൻ ഡോർ എന്ന് പറയുന്നത്. ആ പ്രധാന വാതിൽ വഴിയാണ് മഹാലക്ഷ്മി ദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു തന്നെ. ചെരുപ്പ് വയ്ക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിന്റെ ദർശനവുമായി ബന്ധപ്പെടുത്തി വേണം അത് പറയാൻ. കാരണം ഓരോ വീടിന്റെയും ദർശനം ഓരോ ഭാഗത്തായിരിക്കും. അപ്പോൾ ആ ഒരു ദർശനം കണക്കാക്കിയാണ് എവിടെയാണ് ചെരുപ്പ് വയ്ക്കേണ്ടത് എന്ന് പറയുന്നത്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസങ്ങളും വാസ്തുശാസ്ത്രവും പ്രകാരം നമ്മുടെ വീടിനെ ദേവാലയത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെറിയ വാസ്തുദോഷങ്ങൾ പോലും നമ്മുടെ വീട്ടിലുള്ളവരുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത്. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വാസ്തുദോഷത്തെ പറ്റിയാണ്. കാര്യം മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു നിത്യോപയോഗ സാധനമാണ് ചെരുപ്പ് എന്ന് പറയുന്നത്. എന്നാൽ വാസ്തുപ്രകാരം ഈ ചെരുപ്പിനെ നോക്കിക്കാണുന്ന സമയത്ത് ചെരുപ്പ് നമ്മുടെ വീടിന്റെ ചില ഭാഗങ്ങളിൽ വെക്കുന്നത് ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെരുപ്പ് വെക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം. ഒരു കാരണവശാലും ഈ പറയുന്ന സ്ഥാനങ്ങളിൽ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. ഞാനിന്നിവിടെ പറയുന്ന ഈ സ്ഥാനങ്ങളിൽ നിങ്ങൾ ചെരുപ്പ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്നും ദാരിദ്ര്യവും ദുഃഖവും രോഗദുരിതങ്ങളുമായിരിക്കും. അത് വിട്ടൊഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ഥാനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് മുന്നിലായിട്ട് ചെരുപ്പുകൾ അഴിച്ചു വയ്ക്കാനായിട്ട്, ചെരുപ്പുകൾ സൂക്ഷിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ എപ്പോഴും വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ ഒരു മെയിൻ ഡോറിന്റെ മുന്നിലായിട്ട് തന്നെ ചെരുപ്പ് അവിടെ ഊരിയിടും. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ പ്രവേശന കവാടത്തിന്റെ മുന്നിൽ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് തന്നെ ചെരുപ്പങ്ങ് ഊരിയിടും. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്കുള്ള സകല ഊർജവും പോസിറ്റീവ് ഊർജവും കടന്നു വരുന്ന വഴിയാണ് നമ്മുടെ മെയിൻ ഡോർ എന്ന് പറയുന്നത്. ആ പ്രധാന വാതിൽ വഴിയാണ് മഹാലക്ഷ്മി ദേവി നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ പ്രധാന വാതിലിന്റെ മുന്നിലായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെരുപ്പുകൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് അതൊരു തടസ്സമാണ്. അങ്ങനെയുള്ള വീട്ടിലേക്ക് ലക്ഷ്മി ദേവി കടന്നു വരില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ പ്രധാന വാതിലിന്റെ മുന്നിലായിട്ട് ചെരുപ്പ് ഊരി വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ കൂട്ടിയിടുന്ന ആളുകളാണെങ്കിലോ ഇന്ന് തന്നെ അത് മാറ്റുക. അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ സൈഡിലായിട്ട് അഴിച്ചു വയ്ക്കാനായിട്ട് പറയുക. ഒരു കാരണവശാലും നേരെ മുന്നിലായിട്ട് കട്ടിളപ്പടിയുടെ താഴെ ഭാഗത്ത് വരുന്ന ഭാഗം, ആ ഒരു ഭാഗത്തൊന്നും ഒരു കാരണവശാലും ഇങ്ങനെ ചെരുപ്പ് ഊരി വയ്ക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ലക്ഷ്മി കടാക്ഷം ഇല്ലാതായി പോകുന്നതിന്, ധനവരവില്ലാതാകുന്നതിന്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനൊക്കെയും ഇത് കാരണമായി തീരും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് വീടുകളിൽ കാണുന്ന ഒരു കാര്യമാണ്. 2 നില വീടാണെങ്കിൽ ഈ സ്റ്റെയറിന്റെ അടിഭാഗത്ത് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാക്കിയിട്ട് ആ ഒരു ഭാഗത്തെ മാറ്റും. ഒരുപാട് വീടുകളിൽ കാണുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ അടിഭാഗം അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ചെരുപ്പിനുള്ള റാക്കായിട്ട് മാറുകയാണ് ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇരട്ടി ദോഷമായിട്ടുള്ള കാര്യമാണ്. സ്റ്റെയറിന്റെ അടിയിൽ നിങ്ങൾ ആരെങ്കിലും ചെരുപ്പ് ഇത്തരത്തിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽപരം ഒരു വാസ്തുദോഷം വേറെ വന്നു ചേരാനില്ല എന്നുള്ളത് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്ലിപ്പർ സൂക്ഷിക്കുന്ന റാക്ക് ആയാലും അങ്ങനെയുള്ള ഒന്നും തന്നെ നമ്മൾ ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ട് വയ്ക്കാൻ പാടില്ല.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വിളക്ക് കത്തിച്ചു വയ്ക്കുന്നതിന്റെ മുന്നിൽ അല്ലെങ്കിൽ പൂജാമുറിയുടെ മുൻപില് യാതൊരു കാരണവശാലും ചെരുപ്പിടാൻ പാടില്ല. അതായത് നമുക്കറിയാം, ഏറ്റവും ദൈവികമായിട്ടുള്ള സ്ഥാനമാണ് വിളക്ക് തെളിയിച്ചു വയ്ക്കുന്ന ഇടം എന്ന് പറയുന്നത്. പല വീടുകളിലും നിലവിളക്ക് വീടിന്റെ ഉമ്മറത്താണ് തെളിയിച്ചു വയ്ക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് ഒരു കാരണവശാലും നമ്മൾ ചെരുപ്പ് വയ്ക്കാനായിട്ട് പാടുള്ളതല്ല. ഇങ്ങനെ നമ്മൾ ചെരുപ്പ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന മഹാലക്ഷ്മി ദേവിയെ നമ്മൾ തിരിച്ചയക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പൂജാമുറിയുടെ വാതിൽക്കലോ അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിച്ചു വയ്ക്കുന്ന ആ ഒരു ഉമ്മറ ഭാഗത്തോ ഒന്നും തന്നെ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി നാലാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് വീടിന്റെ വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാനകോൺ എന്ന് പറയുന്ന ഭാഗത്ത്. ഈ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും പഴയതോ പുതിയതോ ഏതുമാകട്ടെ ഒരു ചെരുപ്പും വയ്ക്കാനായിട്ട് പാടില്ല. അത് വീടിനകത്തായാലും അതെ, പുറത്തായാലും അതെ. ഇപ്പോൾ ഒരുപാട് ആളുകൾ വീടിനുള്ളിൽ തന്നെ ചെരുപ്പ് റാക്കൊക്കെ വാങ്ങിച്ചിട്ട് ഉള്ളിൽ സൂക്ഷിക്കുന്നത് കാണാറുണ്ട്. മറ്റു ഭാഗങ്ങളിൽ വെച്ചോളൂ, ഈ ഭാഗത്ത് വയ്ക്കണ്ട. പണ്ടൊക്കെ ആയിരുന്നു എങ്കിൽ നമ്മുടെ വീടിന്റെ പുറംഭാഗത്തായിരുന്നു ചെരുപ്പുകൾ സൂക്ഷിച്ചിരുന്നത്. ഇന്ന് അതൊക്കെ മാറി. അപ്പൊ വീടിനുള്ളിൽ സൂക്ഷിക്കുന്ന സമയത്തും നിങ്ങൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, ഈശാനകോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശ്വരൻ വസിക്കുന്ന കോൺ അല്ലെങ്കിൽ ഈശ്വരന്റെ സാന്നിധ്യമുള്ള കോൺ എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്ത് ഒരു കാരണവശാലും നിങ്ങൾ ചെരുപ്പ് സൂക്ഷിക്കരുത്. നിങ്ങൾ ആരെങ്കിലും ആ ഒരു ഭാഗത്ത് ചെരുപ്പ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മളിലെ പലരും വീടിനുള്ളിലും ചെരുപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകളായാലും ശരി, നമ്മൾ ഒരിക്കലും അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഈ ചെരുപ്പുകൾ വയ്ക്കാനായിട്ട് പാടില്ല. അടുക്കളയിൽ വീടിനുള്ളിൽ ഉപയോഗിക്കുന്നതായിക്കൊള്ളട്ടെ, വീടിന് പുറത്ത് ഉപയോഗിക്കുന്നതായിക്കൊള്ളട്ടെ, ഇതൊന്നും അടുക്കളയിൽ വെക്കരുത്. യാതൊരു കാരണവശാലും ചെരുപ്പ് വയ്ക്കാൻ പാടില്ലാത്ത ഒരു സ്ഥാനമാണ് അടുക്കള എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ ചെരുപ്പ് ഒരിക്കലും മറ്റൊരു വ്യക്തി ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പൊതുവെ അവ വീടുകളിൽ സൂക്ഷിക്കുന്നത് പോലും ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വ്യക്തി മരിച്ചുപോയി, നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം, ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരാണ് എന്ന് കരുതി അവരുടെ ചെരുപ്പ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ദോഷമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പൊട്ടിയ ചെരുപ്പുകളൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. പൊട്ടിയതായാലും ഉപയോഗശൂന്യമായതായാലും ചെരുപ്പുകൾ നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കരുത്. ദാരിദ്ര്യത്തെയും ദുഃഖത്തെയുമാണ് അത് ക്ഷണിച്ചു വരുത്തുന്നത്. ഒരുപാട് ചെരുപ്പുകൾ ഇന്ന് പലർക്കും ഉണ്ടാകും. അതിൽ ഉപയോഗിക്കുന്നതും ഉണ്ടാകും, ഉപയോഗശൂന്യമായതായാലും ഉണ്ടാകും. എന്നാലും ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മാത്രം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതല്ലാത്തിടത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കും നിലനിൽക്കുന്നത്. നെഗറ്റീവ് ഊർജത്തിന്റെ ഒരു കൂടാരം തന്നെയായിരിക്കും ഇങ്ങനെയുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ചെരുപ്പ് വയ്ക്കാൻ പാടില്ലാത്ത സ്ഥാനങ്ങളെ കുറിച്ചാണ്. ഇനി അതുപോലെ തന്നെ ചെരുപ്പ് വയ്ക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിന്റെ ദർശനവുമായി ബന്ധപ്പെടുത്തി വേണം അത് പറയാൻ. കാരണം ഓരോ വീടിന്റെയും ദർശനം ഓരോ ഭാഗത്തായിരിക്കും. അപ്പോൾ ആ ഒരു ദർശനം കണക്കാക്കിയാണ് എവിടെയാണ് ചെരുപ്പ് വയ്ക്കേണ്ടത് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിന്റെ ദർശനം കിഴക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ, വീടിന്റെ പ്രധാന വാതിൽ നിൽക്കുന്നത് കിഴക്കോട്ട് നോക്കിയാണ് എന്നുണ്ടെങ്കിൽ, ആ വാതിലിന്റെ പടിയുടെ ഇടതുഭാഗത്തേക്ക് മാറ്റി ചെരുപ്പ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി വടക്കോട്ട് ദർശനമുള്ള വീടാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ആ വാതിലിന്റെ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുന്ന പടിയുടെ വലത് ഭാഗത്തേക്ക് മാറ്റി ചെരുപ്പ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി പടിഞ്ഞാറോട്ടേക്ക് ദർശനമുള്ള വീടാണെങ്കിൽ വാതിലിന്റെ ഇടത് ഭാഗത്ത് ചെരുപ്പ് വയ്ക്കുന്നതാണ് നല്ലത്. ഇനി അതുപോലെ തന്നെ തെക്ക് ഭാഗത്തേക്ക് മുഖം വരുന്ന രീതിയിലുള്ള വീടുകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ നമുക്ക് വലത് ഭാഗത്തായിട്ട് ഈ ചെരുപ്പ് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കുന്നതിനും കൃത്യമായിട്ടുള്ളൊരു സ്ഥാനം പറയുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ നമ്മൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീടിനെ വാസ്തുദോഷത്തിലേക്ക് നയിക്കും.
വാസ്തുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുഃഖദുരിതങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആ വീട്ടിൽ ജീവിക്കുന്നവർക്കും ഒരു ഭാഗ്യമില്ലാത്ത സാഹചര്യമായിരിക്കും വന്നു ചേരുന്നത്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്നുമല്ല എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെരുപ്പ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റി വയ്ക്കുക. കാരണം ലക്ഷ്മി ദേവിയുടെ ആ ഒരു വഴിക്ക് തടസ്സം വരുത്തുന്ന രീതിയിൽ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതില്ലാതാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ചെരുപ്പ് സൂക്ഷിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.